ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മുടെ നാട്ടിൻപുറത്തെ അവിയലാണ്. വിവിധതരം പച്ചക്കറികൾ ചേർത്തുണ്ടാക്കുന്നതാണ്. ഇതൊരു 30 പേർക്ക് കഴിക്കാനുള്ള അവിയലാണ്. ഇതിൻ്റെ അളവ് പറഞ്ഞുതരാം. പച്ചക്കായ 500, പടവല 1, പയർ 200, വെള്ളരി 100 ഗ്രാം, ബീൻസ് 100 ഗ്രാം, ക്യാരറ്റ് 500, ചേന 200, മുരിങ്ങ 250, പച്ചമുളക് 10 എണ്ണം. ഇനി അതെല്ലാം ചെറിയ നീളത്തിലുള്ള കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. എല്ലാ കഷ്ണങ്ങളും ഏകദേശം ഒരേ വലുപ്പത്തിൽ തന്നെ അരിഞ്ഞെടുക്കണം. എങ്കിലേ ഇതിൻ്റെ എല്ലാ കഷ്ണങ്ങളും ഒരുപോലെ വെന്ത് കിട്ടുകയുള്ളൂ. നമ്മുടെ ചാനൽ ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി അവിയലിൻ്റെ കഷ്ണങ്ങളെല്ലാം ചുവടി കട്ടിയുള്ള ഒരു പാത്രവും വായ്വട്ടം ഉള്ള പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ട് 1/2 ലിറ്റർ വെള്ളം, പാകത്തിന് ഉപ്പ്, അല്പം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഞങ്ങൾ കാറ്ററിങ്ങിന് സദ്യയ്ക്ക് കൊടുക്കുന്ന അതേ അളവിൽ തന്നെയാണ് പറഞ്ഞു തരുന്നത്. കൃത്യമായ അളവാണ്. ഇതുപോലെ ഉണ്ടാക്കിയാൽ കറക്റ്റായിരിക്കും. അടുപ്പത്ത് വെച്ച് മൂടി വെച്ച് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കൊന്ന് കുടഞ്ഞിട്ട് കൊടുക്കാം. കയ്യിൽ വെച്ച് ഇളക്കിയാൽ അത് പൊടിഞ്ഞു പോകൊണ്ടാണ് കുടഞ്ഞിട്ട് കൊടുക്കാൻ പറയുന്നത്. ഇതുപോലെ തന്നെ ഒരു 10 മിനിറ്റിന് ശേഷം 2-3 പ്രാവശ്യം അങ്ങനെ ചെയ്തു കൊടുക്കുക. കഷ്ണങ്ങൾ എല്ലാ സ്ഥലത്തേക്കും ചൂടെത്താനും പെട്ടെന്ന് വെന്ത് കിട്ടാനും വേണ്ടിയാണ് ചെയ്യുന്നത്. അവിയൽ കഷ്ണങ്ങൾ പാകമാകുമ്പോഴേക്കും നമുക്ക് 2 തേങ്ങ ചിരവിയെടുത്ത് അതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും, ഒരു 10 പച്ചമുളക്, കുറച്ച് കറിവേപ്പിലയും കൂടെ എടുത്ത് ഒന്ന് ചതച്ചെടുക്കാം. തൈര് കൂട്ടിയാണ് ചതക്കേണ്ടത്. വെള്ളം ഒഴിക്കാൻ പാടില്ല. 1/2 ലിറ്റർ തൈരാണ് എടുത്തിട്ടുള്ളത്. അത് ചേർത്ത് ചതച്ചെടുത്ത് നമ്മുടെ കഷ്ണങ്ങൾ പാകമായിട്ടുണ്ടോ നോക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് കഷ്ണങ്ങൾ ഉടഞ്ഞു പോകാത്ത രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ഉപ്പ് പാകമാണോ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഇളക്കി ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇനി തീ ഓഫാക്കിയതിന് ശേഷം ഒരു 50 ഗ്രാം വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മൂടി വയ്ക്കുക. അപ്പോൾ നമ്മുടെ രുചികരമായ അവിയൽ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം.